ഉപയോഗയോഗ്യമല്ലാത്ത വസ്തുക്കൾ കൊണ്ട് പ്രദർശനമൊരുക്കി കാണികൾക്ക് കൗതുകം തീർത്തിരിക്കുകയാണ് പ്ലാൻ അറ്റ് ആർട്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കലാമൂല്യം തിരിച്ചറിയാനുതകുന്ന തരത്തിൽ ഫോർട്ട് കൊച്ചി ജയിൽ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ കെട്ടിടത്തിൽ ആരംഭിച്ച പ്രദർശനം കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. 15 വനിതകൾ അടങ്ങുന്ന സംഘമാണ് ഈ മനോഹര പ്രദർശനത്തിന് പിന്നിൽ. വാൻ ഗോഗിനെ പോലുള്ള വലിയ ലോകോത്തര ചിത്രകാരന്മാരുടെ ചിത്രങ്ങളെ അനുകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പതിപ്പുകൾ ഈ വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്ന കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുള്ള പതിപ്പുകൾ അവരുണ്ടാക്കുകയാണ്. 500-ലേറെ പഴയ ചെരുപ്പുകളും പ്ലാസ്റ്റിക് ബക്കറ്റിന്റെ അവശിഷ്ടങ്ങളും കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ മത്സ്യശില്പം, പ്ലാസ്റ്റിക് കയറും ടങ്കീസും മാധ്യമമാക്കി രചിച്ച വാൻ ഗോഗ് ചിത്രങ്ങളുടെ പുനരാവിഷ്കാരം, ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് കൂടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബാഗുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കലാമൂല്യം തിരിച്ചറിയാനുതകുന്ന പ്രദർശനം പ്ലാനറ്റ് ആർട്ട് ഫോർട്ട് കൊച്ചിയിൽ ജയിൽ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ കെട്ടിടത്തിൽ ആരംഭിച്ചു. കായലിലൂടെയും കടലിലൂടെയും ഫോർട്ട് കൊച്ചി ബീച്ചിൽ വന്നടിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചാണ് സന്നദ്ധ സംഘടനയായ പ്ലാനറ്റ് HCL ടെക് ഗ്രാൻഡും ചേർന്ന് പരിസ്ഥിതി അവബോധ കലാപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിൻ ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റിയും കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയും പ്രദർശനവുമായി സഹകരിക്കുന്നു. കൊഞ്ച്, കണവ എന്നിവയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ട്രോൾ നെറ്റ്, ചൂര പിടിക്കാൻ ഉപയോഗിക്കുന്ന ടങ്കീസ് എന്നിവ ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പഴയ തുണിത്തരങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. 15 വനിതകളടങ്ങുന്ന പ്ലാനറ്റ് എർത്ത് സംഘമാണ് ചിത്രരചനയ്ക്ക് പിന്നിൽ. ക്യാൻവാസിൽ ആദ്യം ചിത്രം വരച്ച ശേഷം പ്ലാസ്റ്റിക് മാലിന്യം ഒട്ടിച്ചു ചേർത്ത് പിന്നീട് പെയിന്റ് ചെയ്യുകയാണ് രീതി. ഡ്രോപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് പ്ലാനറ്റ് എർത്ത് കടലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. വലകളുടെ അവശിഷ്ടങ്ങൾ ആമ, ഡോൾഫിൻ എന്നിവയുടെ നാശത്തിന് കാരണമാകുന്നുവെന്നും പരിസ്ഥിതി അവബോധമാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യമെന്നും പ്ലാനറ്റ് എർത്ത് ഫൗണ്ടർ പ്രസിഡന്റ് മുജീബ് മുഹമ്മദ്, സെക്രട്ടറി സൂരജ് എബ്രഹാം എന്നിവർ പറഞ്ഞു. കടലിൽ നിന്ന് ലഭിക്കുന്ന മാലിന്യങ്ങളിലും പായലിലും നിന്ന് ഇന്ധനം, വളം എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളും പരിഗണനയിലുണ്ടെന്ന് കൊച്ചിൻ ഹെറിറ്റേജ് സോൺ കൺസർവേഷൻ സൊസൈറ്റി നോഡൽ ഓഫീസർ ബോണി തോമസ് അറിയിച്ചു. MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം 30-ന് സമാപിക്കും. പ്ലാൻ ആർട്ട്, അതാണ് നമ്മളുടെ ഈ ഒരു എക്സിബിഷൻ്റെ പേര്. നമ്മൾ ഈ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു അവയർനെസ് ക്യാമ്പയിൻ പോലെയാണ്. വേസ്റ്റ് ടു ആർട്ട്, അതാണ് നമ്മളുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ആളുകൾക്ക് ഒരു അവയർനെസ് ക്യാമ്പയിൻ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഒരു 18ഓളം വരുന്ന വർക്കിംഗ് വിമൻ നമ്മളുടെ ട്രെയിനിങ് സെക്ഷൻ എടുത്തിട്ട് നമ്മൾ കടലിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്സ് കളക്ട് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ആർട്ടിസ്റ്റിക് വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. വേസ്റ്റ് ടു ആർട്ട് അത് മാത്രമാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വരുന്ന എല്ലാവർക്കും ഓരോന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് തന്നെ ഇതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വർക്ക് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 6000-ഓളം കിലോ വേസ്റ്റോളം നമ്മൾ മുനമ്പം ഹാർബർ ബേസ് ചെയ്ത് മാത്രം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 12,500-ഓളം ഫിഷർമെൻ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ കടലിൽ പോകുന്ന പ്ലാസ്റ്റിക്സ് തിരികെ കൊണ്ടുവരികയും നമ്മൾ ആ കടലിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് ഓരോ ചാക്കിന് 50 രൂപ എന്നുള്ള ഇൻസെൻറ്റീവ് മെത്തേഡിൽ ആൾക്കാർക്ക് ഉണ്ടാക്കാവുന്ന ഒരു ബിഹേവിയറൽ ചേഞ്ച്, ഓരോ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ബിഹേവിയറൽ ചേഞ്ച് വഴി ഒരു മാറ്റത്തിന് ഉതകുന്ന ഒരു പ്രൊജക്ട് മോഡലായിട്ടാണ് നമ്മൾ ഈ പ്രൊജക്ട് ഡ്രൈവ് ടു റിക്കവർ ഓഷ്യൻ പ്ലാസ്റ്റിക് എന്നുള്ള പ്രൊജക്റ്റിനെ നമ്മൾ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്